നിരുത്തരവാദിയായിട്ടുള്ള പെരുമാറ്റാണ് ഇവിടെ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആള് ഇവിടെ ഇല്ല. ഇനി അപ്പുറ വശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അർജുനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഈ റോഡിൽ നിന്നുള്ളത് ആക്സസ് ചെയ്തിട്ട് മാറ്റണം. ഞങ്ങളുടെ സഹോദരന്റെ ജീവൻ ഓരോ നിമിഷം കഴിയുന്നതോറും അപകടത്തിലാവാൻ ചാൻസ് കൂടുതലാണ്. ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ സൈറ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാം, ആ ചെങ്കുത്തായ കുന്ന് മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ്. ഹെവി ആയിട്ടുള്ള ഒരു ഡെബ്രിസാണ് നടക്കുന്നത്. കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനകത്ത് ട്രക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിന് വെളിയിൽ എത്തിക്കാം. ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല. സമീപകാലത്തൊന്നും ഇത്ര വലിയ മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. 7 ദിവസമായിട്ടും അതിൽ അകപ്പെട്ട അർജുനെ കണ്ടെത്താനായില്ല എന്നുള്ളത് ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ വലിയ പാളിച്ചകൾ കൊണ്ട് തന്നെയാണ്. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ആദ്യ 8 മണിക്കൂറിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? അർജുനെ കാണാതായത് അങ്കോലയിലാണെങ്കിലും അതിന്റെ ആഘാതം കേരളക്കരയാകെ ചുമക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1-2 ദിവസമല്ല, കൃത്യം ഒരാഴ്ചയായിരിക്കുന്നു. അർജുൻ പിടിച്ച വളയവും ആ ലോറിയും ഗതി നയിച്ചത് ഒരു കുടുംബത്തെയാണ്. എന്നാണ് വിളിച്ചിന് അച്ഛൻ ബേജാറാണ്, മോളെ പരിപാടി ചെറിയോളെ. അപ്പൊ ഞാൻ പൈസ കേട്ട് വരാണ്ട് പോയത്. ഓല്ലാണ്ട് ഞങ്ങളൊന്നും നടക്കൂല. ഓൻ വലുതായാണ് ഞങ്ങളുടെ. ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ മലയാളിയാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ പവറാണ് ഇപ്പം അത്. നല്ലൊരു മാറ്റം മലയാളികൾ എല്ലാവരും കൂടിയതിനോണ്ട് മാത്രമാണ് എങ്ങനെങ്കിലും നമ്മളെല്ലാവരും പ്രാർത്ഥന എങ്ങനെങ്കിലും ജീവനോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ്. കേരളത്തിന്റെ മകനെ കണ്ടെത്താൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ മെയ് മറന്ന് ഇടപെട്ടു. ആ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ആദ്യ ദിവസങ്ങളിൽ മടിച്ചു നിന്ന തെരച്ചിൽ സംവിധാനങ്ങൾ ഷിരൂരിലേക്ക് എത്തിയത്. ആരുമല്ലാതായിരുന്ന ഒരു യുവാവ് ഇന്നിപ്പോൾ കേരളത്തിന്, മലയാളിക്ക് എല്ലാമായി. 7ാം നാളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഒരു വാർത്ത കേൾക്കാനാണ്. അതെ, പ്രകൃതിക്ഷോഭത്തോട് പടവെട്ടി പോരാടി അർജുൻ തിരിച്ചെത്തിയെന്ന് കേൾക്കാൻ. കണ്ണുകൾ നിറയുന്നുണ്ട്, നെഞ്ചു പൊട്ടിക്കരയണമെന്നുണ്ട്. എന്നാൽ വിങ്ങലുകളെ മുറുകെ പിടിച്ച് കണ്ണാടിക്കലിൽ ഒരു കുടുംബം കാത്തിരിക്കുകയാണ്. ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഉദ്യോഗസ്ഥരും അവരും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സാങ്കേതികത്വമല്ല. എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ഇടപെടുന്നത്. മാധ്യമങ്ങളും ഇതിൽ വലിയ പോസിറ്റീവ് റോൾ വഹിച്ചത് കൂടുതൽ
രക്ഷാപ്രവർത്തനം സജീവമാക്കുന്നതിന് ഇടപെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. വെതർ എത്രത്തോളം അവിടുത്തെ വെതർ പെർമിറ്റിംഗ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അടിയിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറപ്പാണ് അർജുൻ എന്ന് മലയാളികൾക്ക്. മനസ്സിൽ കരയാതിരിക്കുന്നത് കൈപിടിച്ച് കൂടെ കൊണ്ടുപോകാനാകുമെന്ന വിശ്വാസത്തിലാണ്. നമുക്ക് നമ്മളെ ഒരു മോനെ, നമ്മളെ അനിയന് ഓൻ പോയിപ്പോ ഉള്ളിൽ കിടക്കണതിന്റെ വേജാറാ. അതിന്റെ ആ പെടപ്പ് ഈ നേതാക്കന്മാർക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ എന്നുള്ള ഒരു ഇത് ഓന്, അതും ജീവനുണ്ടെന്ന് പറയുമ്പോൾ ആ പെടപ്പാണ് എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളത്. പക്ഷെ അത് എന്താ പറയാ, അതിനെ മുതലെടുക്കുന്ന കുറേ വിഭാഗം ആളുകളെ ഞാൻ കാണുന്നത്. അത് പറയാതെക്കാൻ പറ്റില്ല. അർജുന്റെ സ്ഥാനത്ത് ആ വണ്ടിന്റെ ഉള്ളിലുള്ളത് ഓരോ ഈ നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരാൾ നമ്മളൊന്ന് കുറച്ചേരം ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്തായിരിക്കും ആ അവസ്ഥ എന്നുള്ളത്. അത് കാണുമ്പോൾ എണീച്ച് ഏഞ്ഞിട്ടായാലും ഈ ഇവിടെ വന്ന് കച്ചറ ഉണ്ടാക്കാൻ തോന്നിപ്പോവുകയാണ്. മനാഫ് എന്ന ലോറി ഉടമയുടെ മാത്രം കൂടപ്പിറപ്പല്ല, കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും സഹോദരനും മകനുമൊക്കെയാണ് അർജുൻ. ദുരന്തമുഖത്തേക്ക് നൂറുകണക്കിന് മലയാളികളാണ് ഒഴുകിയെത്തിയത്. കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്ന് ഒക്കെയായി സന്നദ്ധ പ്രവർത്തകർ ഷിരൂരിലേക്ക് എത്തി. ഒരു ദുരന്ത മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മലയാളികളെ ആരും പഠിപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ. നസ്ര ടീം അംഗങ്ങൾ എന്നോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. ഈ ആളുകളാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളാണ് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മല കഴിഞ്ഞാൽ റോഡാണ്, റോഡ് കഴിഞ്ഞാൽ പിന്നെ നദി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതിന് രണ്ടിലും ഇടയിലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ നദി വെള്ളം തുടങ്ങുന്നതിന് മുമ്പായിട്ടും ഈ റോഡ് കഴിഞ്ഞതിന് ശേഷവുമായിട്ട് ഈ കടകളൊക്കെ നിന്നിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവനായിട്ടും ഈ മണ്ണിടിച്ചിൽ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മുകൾ ഭാഗത്തു നിന്നും വന്ന മണ്ണ് നേരെ ഈ വൈക്കിളടക്കം ഇവിടേക്ക് പോയി പതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം കാണാനിടയായി. കാരണം എന്താ വെച്ചാൽ അന്ന് അങ്ങനെ പതിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള സൂചനയാണ് കാണുന്നത്. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഈ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ റോഡിലുള്ള മുഴുവൻ മണ്ണുകളും അവിടേക്കാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അതായത് നദിയുടെ തീരത്തേക്ക്. അതെ, അതോട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്പോട്ട് അവിടെ ഇപ്പം ഒരു കുന്നു മോഡലായിട്ട് അവിടെ മൺകൂഴ നിവർന്ന് നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനടിയിൽ ഇനി അഥവാ ഈ ലോറി പെട്ടിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. രക്ഷാപ്രവർത്തനം വൈകി എന്ന കുറ്റകരമായ അനാസ്ഥ മാത്രമല്ല, അതിനു വേണ്ടി സ്വയം സന്നദ്ധരായി വന്ന ആളുകളെ അവരെ മനം മടുപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി കൂടി ചെയ്തു കർണാടകയിലെ സംവിധാനങ്ങൾ. ഒരാഴ്ച മുൻപ് മറ്റുള്ളവർക്ക് അന്യനായിരുന്ന ഒരു 30 വയസ്സുകാരൻ നാടിന്റെ ആകെ ഉറ്റവനായി മാറി. കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കുട്ടിയാണ്, ഞങ്ങളെ പോലത്തെ ഒരു കുട്ടിയാണ് മണ്ണിനടി കിടക്കുന്നത്. ആ കുടുംബത്തിന്റെ രക്ഷയാണ് അവൻ. 1.5 വയസ്സായ കുട്ടിയാണ് അവനല്ലേ. ആ കുട്ടീൻ്റെ ഭാവിയും കൂടി കണക്കാക്കണം. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ സംരക്ഷിച്ചിട്ട്
പിന്നെ അർജുനെ വീട്ടിലെത്തിക്കുക. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ വീട്ടുകാരും നാട്ടുകാരും ഇന്നും കാത്തിരിക്കുന്നത്. 6 ദിവസം ഇന്ന്. കാരണം ആദ്യത്തെ 3 ദിവസം വളരെ മന്ദീഭവിച്ച പ്രവർത്തനം, റോഡ് ക്ലിയറിംഗ് മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. 18-ാം തീയതി വൈകുന്നേരം മീഡിയകൾ ന്യൂസ് പുറത്തു വിട്ടതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ അഭിനന്ദനീയമായ കാര്യങ്ങളാണ് ഇവിടുത്തെ മീഡിയകൾ ചെയ്തത്. അവരെന്നെ അവിടുന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് തലത്തിൽ തന്നെ പറയുന്നുണ്ട്. അവർ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ഡ്രൈവർ അല്ലേ എന്നുള്ള ചോദ്യം വരെ അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. കേരളത്തിലായിരുന്നു ഇങ്ങനെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. കൂടിയ 2 ദിവസത്തിനുള്ളിൽ ആ അർജുൻ എന്ന് അവരെ വീടുകളിലെ കൈകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുടെ കണ്ണി അറ്റുപോകാത്ത അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇന്നലെയും മിനിയാന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഇന്ന് അവസാന നിമിഷമാണ്, ഇന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസത്തിൽ എത്തിയപ്പോഴും നമ്മുടെ പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ കൈവിടാതെ ഒരു നാടും ഒരു വീടും കാത്തിരിക്കുന്നത്. നാട് പോലും അറിയാത്ത മനുഷ്യർ അപകടമല തുരന്ന് അർജുനെ തേടുകയാണ്. ഇന്നലെ 2:30 സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം കളക്ടർ പ്രഷർ ചെയ്ത് ഈ സ്ഥലത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ, വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ തൽക്കാലം മിഷന് മതി. നമ്മൾ ആദ്യം ഒരു പ്ലാൻ എ നടപ്പാക്കുവാണ്. അതില്ലെങ്കിൽ പ്ലാൻ ബിയിലെ പ്ലാൻ സിയിലേക്ക് പോകും. എത്ര കാരണം ഇത് കാണുന്നുണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. മാക്സിമം ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കമില്ല മൊത്തം. ഇന്നലെ തന്നെ അർജുന കുടുംബത്തൊക്കെ പറയാനുള്ളത് അത് ഞാൻ ഒരു സന്നദ്ധ സ്വയമായിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കോരിച്ചൊരിയുന്ന മഴയെ ചെറുത്ത് ആടിയലയ്ക്കുന്ന കാറ്റിനെ വകഞ്ഞുമാറ്റി കണ്ണീർ ഭൂമിയിൽ ജീവന്റെ കണിക തേടി പടവെട്ടുകയാണ് പോരാളികൾ. രക്ഷാദൗത്യത്തിന് കനത്ത വെല്ലുവിളിയായത് മഴയാണ്. അതിദുഷ്കര സാഹചര്യത്തിലാണ് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 7 ദിവസത്തിനിടെ മഴ മാറി നിന്ന മണിക്കൂറുകൾ വളരെ വിരളമാണ്. പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മഴ ഇപ്പോഴും ഏതാണ്ടൊരു 2 മണിക്കൂറോളമായി ഈ മഴ ഇങ്ങനെ തുടർന്നിട്ട്, പക്ഷേ ഇതുവരെ അത് നിന്നിട്ടില്ല. അതുപോലെ ഒപ്പം നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്തുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുന്നത്. കുത്തിയൊലിച്ച കെടുതിയുടെ തീവ്രത കണ്ട് കണ്ണ് കലങ്ങുന്നുണ്ട് ഓരോ മനുഷ്യനും. എന്നാൽ മഴ കണ്ണീരിനെ മറയ്ക്കുന്നുണ്ട്. പേരിനു മാത്രം എന്തെങ്കിലും കഴിച്ച് ഓരോ ഇടങ്ങളിലും തിരയുകയാണ് അർജുനെ. നിന്നെ അർജുനെ ട്രേസ് ചെയ്യുമ്പോൾ ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അർജുന സുഖമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, പ്രശ്നമല്ല. ലോറി ആ ട്രക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ട്രക്കിനകത്ത് അദ്ദേഹമുണ്ട്, ട്രക്കിനകത്ത് തന്നെ അദ്ദേഹമുണ്ട്. അത് എങ്ങും അദ്ദേഹം അതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോയിട്ടില്ല. അർജുൻ്റെ ഫാമിലിയോട് ഈ ന്യൂസിൽ പറയാനുള്ള മാക്സിമം ഞാൻ പോലെ ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ച് നമ്മൾ നടത്തുന്നത്. അതിനെ കൊണ്ട് എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളമാണ് ചെയ്യുന്നത്. ഇന്നലെ വന്നോട്ട് ശരിക്കും ഉറക്കം പോലും വന്നിട്ടില്ല. ഓരോ സിഗ്നലുകളും തരുന്ന ഊർജം ചില്ലറയല്ല. ചളിയും പാറക്കല്ലുകളെയും വകഞ്ഞുമാറ്റി ഓരോ ഇടത്തെയും മണ്ണുമാറ്റുമ്പോൾ കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. കയ്യെത്തും ദൂരത്ത് അവനുണ്ടെന്ന പ്രതീക്ഷ. കൃത്യമായ ഏകോപനം, അത്യാധുനിക സംവിധാനങ്ങൾ, അതായത് റഡാറുകൾ, മെറ്റൽ ഡിറ്റക്ടറുകൾ, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ, ലോറികൾ, ഇതൊക്കെ ഇവിടേക്ക് എത്താൻ ഏതാണ്ട് 3 ദിവസമെങ്കിലും കഴിയേണ്ടി വന്നു. അതിന് പിന്നിൽ കേരളത്തിൽ നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദം കാരണം മാത്രമാണ് ഇവിടേക്ക് സംവിധാനങ്ങൾ ഒഴുകിയെത്തിയത്. ആദ്യ ദിവസങ്ങളിൽ കർണാടകം നടത്തിയ തിരച്ചിൽ പ്രഹസനങ്ങളിൽ അവൻ കൂടുതൽ ആണ്ടുപോയിട്ടുണ്ടാകാം. അവിടെ നിന്ന് അർജുന്റെ കരം പിടിക്കണം. വെല്ലുവിളി ചെറുതല്ല. തിരയുന്നത് ഹൃദയം കൊണ്ടാണ്. കരയിൽ ലോറിയില്ലെന്ന് ഇന്നലെ തന്നെ റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുന്നു. എന്നാൽ പ്രതീക്ഷയുടെ അവസാന കണികയെന്നോളം ഇന്നും തിരഞ്ഞു അങ്കോലയിലെ ഓരോ മൺകൂനകളും. എന്നാൽ സൈന്യവും പറയുന്നു കരയിൽ കണ്ണീർ മാത്രമേ ബാക്കിയുള്ളൂ. ലോറി നദി കവർന്നെന്ന്.
മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഓലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിനായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓല് ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങളില്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ദുരന്തത്തിന് മുമ്പുള്ള ISRO ചിത്രങ്ങളിൽ നിന്ന് വ്യക്തം, അർജുന്റെ ലോറി ഇതാ അവിടെ തന്നെയുണ്ട്. പ്രകൃതി ദുരന്തം തകർത്തത് 1-2 ജീവനല്ല, 1-2 സ്വപ്നങ്ങളുമല്ല. അതിശക്തിയായി കുത്തിയൊഴുകുന്ന ഗംഗാവലിയുടെ മറുകരയിലാണ്. അതായത് അപകടം, രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒപ്പം പുഴയിലും തിരച്ചിൽ വളരെ വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. NDRF സംഘം വിവിധ ബോട്ടുകളിലായൊക്കെയാണ് പുഴയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണിട്ട കുറച്ച് പുറകെ തന്നെ പല വലിയ വലിയ മണ്ണിട്ടകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന് വന്ന മണ്ണിന്റെ വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അതിന് മുകളിൽ ഉൾപ്പെടെ കയറിയുള്ള തിരച്ചിൽ അല്പസമയം മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ മറുകരയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. 5 വീടുകൾ പൂർണ്ണമായി തകർന്നു. അവരുടെ ഈ വീടുകൾ മണ്ണിനടിയിലായ സ്ഥിതിയാണ്. നിരവധിയായ ആളുകൾ പരിക്കേറ്റിപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നതാണ്. കുമത്തയിലെ താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് അവർ ചികിത്സയിൽ കഴിയുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുക തന്നെ. അതായത് അത്രയും അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. വീടിന്റെ തറകൾ ഒക്കെ മാത്രമേ ഉള്ളൂ. മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വന്ന് വെള്ളം അതിശക്തിയായി ഇങ്ങോട്ടേക്ക് പതിച്ചതിന്റെ ഭാഗമായാണ് വീടുകൾ ഇങ്ങനെ തകർന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇപ്പോഴും ഒരു സ്ത്രീ മണ്ണിനടിയിലുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് വെള്ളം 30 അടി ഹൈറ്റിൽ വന്ന് അവിടെ നിന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഈ വീടൊക്കെ അടിച്ചെടുത്തിട്ട് പോയത് അവിടെ കൂടെ അങ്ങോട്ട് മലയല്ലേ, ആ മലയിലോട്ട് പോയില്ല, ഇങ്ങോട്ട് അടിച്ചിട്ട് പോയിട്ട് വെള്ളം ഒഴുകി പോയി. ഇവിടെ വരുമ്പോൾ ക്ലീൻ ഇതേ പൊസിഷൻ ഉണ്ടായിരുന്നു, വേറെ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അത്ര മതി. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെയോ? ഇവിടെയുള്ള ആൾക്കാർ എല്ലാം കുന്തല് പത്തി എല്ലാം അവിടെ നിന്ന് ഇടിഞ്ഞ് വീഴുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഓടിയാൽ ഒരു സ്ത്രീ മാത്രം വീട്ടിനുള്ളിൽ കുടുങ്ങി അവർ ഈ മണ്ണിനടി പോയിട്ടുണ്ട്. ബാക്കിയുണ്ടല്ലോ ബാക്കി 25 ആൾ കുമട്ട ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് വിട്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇത്രയൊക്കെ. പിന്നെ ബാക്കിയുള്ള സ്വാഭാവികം ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയുന്നതേ ഇത്രയേ ഉള്ളൂ. അവരെല്ലാം ആംബുലൻസിൽ കുമട്ട ആസ്പത്രിയിൽ കൊണ്ടുപോയി. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ അവർ എത്ര പ്രയത്നിച്ചിട്ടും മിഷ്യൻ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അത് ഈ മണ്ണിനടിയിൽ എവിടെ ഉണ്ട്, ഒഴുകിപ്പോയിട്ടില്ലെന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഈ അപകടം നടന്നിട്ടേ എത്ര സമയം കൊണ്ട് രക്ഷാസംഘമൊക്കെ ഇവിടെ അന്നൊന്നും ആരും വന്നിട്ടില്ല. ഇത് പിറ്റേ ദിവസമാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് പൊസിഷൻ മഴ ഗംഭീരമായതിന്റെ പേരിൽ ആർക്കും വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പറച്ചല്. അതിനെപ്പറ്റി എനിക്കെന്നാലും വെക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ 7ാം ദിനത്തിലെ തിരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ആ ഒരു വിവരം, അർജുൻ എവിടെ, ട്രക്ക് എവിടെ, കാണാതായ ബാക്കി 2 പേർ എവിടെ എന്നത് ഇവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. അന്ന് മണ്ണിടിച്ചിലിൽ ഗംഗാവലിപ്പുഴയിൽ വീണ പാചകവാതകം നിറച്ച ടാങ്കർ ലോറി തീരത്തടിഞ്ഞത് 7 കിലോമീറ്റർ അകലെ സഡ്ഗേരിയിൽ നിന്ന്. ആ ടാങ്കറിനെയും ചുമന്ന് കുത്തിയേലിക്കുന്ന ഗംഗാവലി കാണിക്കുന്നുണ്ട് അന്നത്തെ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത. മരണം മാടി വിളിച്ച ടാങ്കർ ഡ്രൈവർമാരായ മുരുകന്റെയും KC ചിന്നയുടെയും മൃതദേഹം കണ്ടുകിട്ടിയത് 40 കിലോമീറ്ററോളം അകലെ ഗോകർണയിൽ വെച്ച്. സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ തിരയുന്നുണ്ട്. ഈ കാണുന്ന മൺകൂനകൾ ആ 12 ടയറുള്ള ലോറിയെ വിഴുങ്ങിയോ എന്ന്. പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന.
7ാം ദിവസത്തെ തിരച്ചിലിനും നിരാശയോടെയാണ് അവസാനം. ട്രക്കോ അർജുനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ദേശീയപാതയിലെ മണ്ണ് ഏറെക്കുറെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് റോഡിൽ ട്രക്കില്ല എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷ നൽകിയിരുന്ന കാര്യങ്ങൾ 3 തവണ റഡാർ പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചു എന്നതാണ്. അതായത് 2 മലയോട് ചേർന്ന ഭാഗത്തും 1 പുഴയുടെ ഭാഗത്തേക്കുമാണ്. 3 സ്ഥലത്തെയും മണ്ണ് പൂർണ്ണമായും പരിശോധിച്ചെങ്കിലും ഈ പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ ഒന്നും തന്നെ അവിടെ നിന്ന് ലഭ്യമായിട്ടില്ല എന്നതാണ്. അത് ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യവുമായി. ഏതായാലും റോഡിൽ അർജുനില്ല, ട്രക്കില്ല എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സൈന്യം ഏതായാലും അവരുടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുഴ കേന്ദ്രീകരിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. പുഴയിൽ ഇതിനകം തന്നെ NDRFും നാവികസേനയൊക്കെ ചേർന്ന് വിപുലമായി തന്നെ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ബോട്ടിൽ ഈ കുത്തൊഴുക്കിനെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ബോട്ടൊക്കെ ഉപയോഗിച്ച് സഞ്ചരിച്ചുകൊണ്ട് തിരഞ്ഞിട്ടുണ്ട്. അപ്പം മണ്ണ് വീണ മൺതിട്ട രൂപപ്പെട്ട സ്ഥലമാണ്. പുഴയുടെ നടുക്കായി വലിയ അളവിൽ മണ്ണിങ്ങനെ കിടക്കുന്നുണ്ട്, പാറക്കെട്ടുകളുമൊക്കെയുണ്ട്. അതിനു മുകളിലും കയറി ഇന്നും രാവിലെ മുതൽ തന്നെ തിരഞ്ഞു. പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ അനുകൂലമായ ഒന്നും തന്നെ കിട്ടിയില്ല എന്നതാണ്. ഞാൻ രാവിലെ മുതൽ ഞാനും കോഴിക്കോട് MP പ്രിയപ്പെട്ട രാഘവേട്ടനും ഞങ്ങൾ ആ സ്പോട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലൊന്ന് ഇവിടുത്തെ MLA സതീഷ് ശൈലുമായി മുഖ്യമന്ത്രിയുമായി കർണാടക സ്പീക്കറുമായി സംസാരിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിൽ പോയതായിരുന്നു. ഓരോ നിമിഷവും ഇപ്പോൾ അർജുൻ്റെ ഫാമിലി അവിടെയുണ്ട്. കേരളത്തിലെ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഏതൊക്കെ സ്ഥലത്തിൽ പരിശോധന നടത്തണമെന്ന് പറഞ്ഞു അതൊക്കെ വളരെ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. അതിനിടയിൽ റഡാർ സംവിധാനത്തിൽ 1-2 സിഗ്നൽ കിട്ടി. അതുകൂടി 8 മീറ്റർ താഴ്ചയിൽ പരിശോധന നടത്തി. പക്ഷെ നിരാശയാണ്. വലിയ പാറക്കല്ലുകളാണ് കിട്ടിയിട്ടുള്ളത്. Now we are not finding anything, but definitely we will go another 5 meter depth now. Okay. And if you want to be there with us, please you come. No Yes, issue. we want to be there. Yeah, you have army people already. They have intimated by 10:30 to 11. We are expecting From Belgaum. from Belgaum. So 40-member unit. Yeah, Arjun's family is very much disappointed that the district coordination is not sufficient. that is true. I also do agree with these points. But they are making the efforts. But it is not ethically planned. What we call not systematic and planned. Not systematic. കേരളത്തിൽ നിന്ന് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒടുവിൽ MK രാഘവൻ MP ഇടപെട്ടാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചത്. കൃത്യമായി അവിടെ ജോലി ചെയ്യുന്ന രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ നൽകാം എന്നുള്ള ഒരു ഉറപ്പിലാണ് ഈ വിഷയം കോംപ്രമൈസായി പോയത്. നമുക്ക് നിയന്ത്രിച്ചിരുന്ന ആള് രഞ്ജിത്ത് സാറിനെ വരെ പിന്നെ ഒരു കയ്യേറ്റത്തിലേക്ക് മാറാമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളൊക്കെ ഇടപെട്ടത് ഈ വിഷയത്തിൽ. അതിന് ഇവരെ ആവശ്യങ്ങൾ എന്തോ അലങ്കോലപ്പെടുത്തിയത് ഇത് പൂർണ്ണമായിട്ടും നിർത്താനാണോ എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഇന്നത്തോടുകൂടി വന്നു. ഇതിൻ്റെ ഒരു മൊത്തം വശം നേരത്തെ ഇപ്പോൾ ഈ പിന്നെ പുഴേൻ്റെ ആയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഫസ്റ്റിൽ നമ്മൾ ഈ പിന്നെ ഇതിൽ റഡാറിൽ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് സൂചിപ്പിക്കുന്നതോടുകൂടി ഇവർക്ക് ഇവിടുന്ന് കിട്ടുമെന്നൊരു തോന്നൽ വരുമ്പോഴേ മറ്റുള്ള ആളുകളോട് മാറ്റിയിട്ട് ഇവരെ ആളുകൾ മാത്രം ഇവിടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയെന്നാണോ? അത് അങ്ങനെ ഒരു സംഗതിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുണ്ട്. രണ്ടാമത് ഒരു ഈഗോ പ്രശ്നം മൊത്തത്തിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളോ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളോ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു ഭാഗം കൂടിയും ഇറങ്ങി പരിശോധിച്ച് അല്ലെങ്കിൽ അവിടെ മണ്ണ് മാറ്റി പരിശോധിക്കാൻ പറഞ്ഞാൽ ഈ പരിശോധിച്ച് ഞാൻ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും വേറെ നെഗറ്റീവ് വശം ഇതിൽ വരുന്നുണ്ട്. ആ ഇത് പരിശോധിക്കാതെ എന്തുകൊണ്ട് ഇവിടെ മണ്ണ് ആദ്യം കൊണ്ട് തട്ടി എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഇനി കിട്ടാൻ 90% അല്ലെങ്കിൽ 100% സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൂടിയിട്ടുള്ള പുഴയാണല്ലോ. ഈ മുകളിൽ നിന്ന് കൊണ്ടുപോയ മണ്ണ് തട്ടുന്ന സ്ഥലം, ഈ തട്ടിയ സ്ഥലം ഇതാണ്. ഇവർ ചെയ്യേണ്ടുന്ന പണി അതല്ലല്ലോ. ആദ്യം ഒരു രക്ഷാദൗത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മണ്ണും കാര്യങ്ങളും മാറ്റേണ്ടത് സുരക്ഷിതമായിട്ടുള്ള ഭാഗത്തേക്ക്, അറ്റ്ലീസ്റ്റ് റോഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് കുറച്ചൊരു ഭാഗത്തേക്ക് മാറ്റിക്കാണ്ട് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പോരുകയാണെങ്കിൽ പോലും ഇത്ര റിസ്ക് അവിടെ ഉണ്ടാവില്ല. ഈ ഭാഗത്തേക്ക് ഇനി 2ാം ഘട്ടം അങ്ങോട്ട് തെരച്ചിൽ മാറ്റണം എന്ന് പറയുമ്പോൾ ആ മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത പണിയൊക്കെ രണ്ടാമത് എടുക്കണം. ഈ മാറ്റിയ മണ്ണുകളാണ് ഇനി മാറ്റേണ്ടത്. അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം റിസ്കി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ റഡാറിൻ്റെ ഈ ഹൈറ്റും കാര്യങ്ങളും പറഞ്ഞ് 10 മീറ്റർ 15 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ സേനയൊക്കെ പൂർണ്ണമായിട്ടുള്ള
ഒരു എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ അതിനുള്ള ഒരു പെർമിഷൻ ഇവിടുന്ന് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ മണ്ണിലെ പരിശോധനയിൽ കാര്യമായ പുരോഗതിയില്ലാത്തതിനാൽ ഇനിയുള്ള ഫോക്കസ് ഈ പുഴയിലേക്കായിരിക്കും. പുഴയിലെ ആ വലിയ മൺതിട്ടയിലേക്കായിരിക്കും ഇനിയുള്ള ഫോക്കസ് ഉണ്ടാവുക. തിരച്ചിൽ ഏതായാലും ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഇന്ന് തന്നെ ആരംഭിച്ചിരുന്നു. ഇനി ആ പുഴയുടെ നടുഭാഗത്തുള്ള ആ 2 മൺതിട്ടകളിൽ റഡാർ ഉൾപ്പെടെയുള്ളവ വെച്ചു തിരച്ചിൽ നാളെയും തുടരും. പുഴയിൽ പരിശോധന നടത്താൻ തന്നെയാണ് നാളെ കർണാടക സർക്കാരിന്റെ ഒരു തീരുമാനം. സൈന്യവും ഏതാണ്ട് ആ തീരുമാനത്തിന് ഒപ്പം തന്നെയാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. അവസാനം വരെ പോരാടാൻ തയ്യാറാണ് ഒരു കൂട്ടം ജനത. അർജുനെ, നിന്നെ കാത്തിരിപ്പുണ്ട് കേരളം. വേഗം മടങ്ങി വരിക. ദേശീയപാത ഭാഗമായി അശാസ്ത്രീയമായി കുന്നിടിച്ചതും ഈ ദുരന്തത്തിന് കാരണമായി. അതീവ പരിസ്ഥിതി ലോലപ്രദേശമായ പശ്ചിമഘട്ടത്തെ ഇങ്ങനെ കാർന്നു തിന്നുന്നത് ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ബാക്കി വയ്ക്കുന്നുണ്ട്.